ട്രാവല ഹിസ്റ്ററിയുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഊട്ടിയിൽ സാധാരണയായിട്ട് ആളുകൾ ഒരു ദിവസത്തേക്കൊക്കെ ആയിട്ടാണ് പോകാറ്. ഏറി വന്നാൽ അവിടെ നിന്ന് 4-5 സ്ഥലങ്ങളൊക്കെ കണ്ട് അവർ മടങ്ങും. അത് അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാൽ ഇനി അങ്ങനെ വേണ്ട. ഊട്ടിയിൽ കാണാനായിട്ടുള്ള 28 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഊട്ടി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയുമൊക്കെയാണ്. നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇതുതന്നെയാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന സ്ഥലമാണിത്. ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത്. ഉദകമണ്ഡലം എന്നാണ് ഔദ്യോഗിക നാമം. ഊട്ടി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏപ്രിൽ തൊട്ട് ജൂൺ വരെയും ഒക്ടോബർ മുതൽ ജനുവരി വരെയും ഒക്കെയാണ്. ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യമായി ഫ്രോഗ് ഹിൽ. ഗൂഡല്ലൂരിൽ നിന്ന് 7.5 കിലോമീറ്റർ അകലെ ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള വഴിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടിക്ക് സമീപമുള്ള മനോഹരമായ കുന്നുകളിൽ ഒന്നാണ് തവളമല. ദൂരെ നിന്ന് നോക്കിക്കാണുന്നത് ഒരു തവളയെ പോലെയാണ്. തൊപ്പിയട ഹില്ലിനോട് ചേർന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങളും തേയിലത്തോട്ടങ്ങളും അതുപോലെ ചുറ്റുമുള്ള ചെറിയ ഗ്രാമങ്ങളും അവിസ്മരണീയമായ കാഴ്ചകൾ നൽകുന്നു. അടുത്തതായി നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. ഗൂഡല്ലൂർ ഊട്ടി നാഷണൽ ഹൈവേ 67 ഗൂഡല്ലൂരിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ലഭ്യമാകും. ഊട്ടി യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. റോഡ് അരികിൽ തന്നെ ടൂറിസം വകുപ്പിന്റെ കൗണ്ടറുമുണ്ട്. മഞ്ഞു മൂടിയ മലയും പച്ചപ്പും എല്ലാം നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. കൂടുതലും ആളുകൾ വിട്ടുകളയുന്ന ഒരു സ്ഥലമാണിത്. തമിഴിൽ നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് നടന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടേക്ക് പ്രവേശിക്കുന്നതിനായി 5 രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത്. അടുത്തതായി മുക്കൂർത്തി നാഷണൽ പാർക്ക്. നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഇവിടെ നിന്ന് പൈക്കര വാട്ടർഫാൾസിലേക്ക് 13 കിലോമീറ്റർ ആണുള്ളത്. നീലഗിരി സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് മുക്കുർത്തി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടി മലമേടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ പാർക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വംശനാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നിലവിൽ വന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായതിനാൽ യുനെസ്കോ ഈ പ്രദേശത്തെ ലോക പൈതൃക മേഖലയായി അവരോധിച്ചിട്ടുണ്ട്. പാർക്കിലെ ചിലയിടങ്ങൾക്ക് കുത്തനെയുള്ള കയറ്റങ്ങളുണ്ട്. ഇവിടെ എത്തിയാൽ പാർക്കിലെ മുകുർത്തി ഡാം ഒരു കാരണവശാലും കാണാൻ മറക്കരുത്. ഇന്ത്യയുടെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഈ പാർക്ക്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി 2012 ജൂലൈ 1 മുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഇവിടെ. അടുത്ത സ്ഥലം ഗ്ലെൻ മോർഗൻ. നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ നിന്ന് 26 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഇവിടെ നിന്ന് പൈക്കര വാട്ടർഫാൾസിലേക്ക് 15 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഊട്ടിയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണിത്. ഗ്രാമത്തിനടുത്തുള്ള കുന്നും അവിടെ വ്യാപിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇവിടെയുള്ള റോപ്പ് വേ ആണ് മറ്റൊരു കൗതുകം. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഡാം, പവർ ഹൗസ്, ട്രെക്കിംഗ്, ടീ എസ്റ്റേറ്റ് എന്നിവയിൽ സമയം ചെലവഴിക്കാം. അടുത്തതായി പൈക്കര വാട്ടർഫാൾസ് ആൻഡ് ഡാം. നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ നിന്നും 21 കിലോമീറ്റർ അകലെയാണ് പൈക്കര വാട്ടർഫാൾസ്. പൈക്കര എന്നത് അവിടുത്തെ നദിയുടെയും ഗ്രാമത്തിൻ്റെയും പേരാണ്. മെയിൻ റോഡിൽ നിന്ന് അല്പം ഉള്ളിലോട്ട് വാഹനം ഓടിച്ച് പോകേണ്ടതുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാകും. ഇങ്ങോട്ട് പോകും വഴി ടോളുണ്ട്. അടുത്തതായി വെൻലോക്ക് ഡൗൺസ് 9th മൈൽ ഷൂട്ടിംഗ് പോയിന്റ്. ഈ സ്ഥലത്തെ ഷൂട്ടിംഗ് മേട് എന്നും പറയാറുണ്ട്. 2 ഷൂട്ടിംഗ് പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് 9th മൈൽ എന്നും മറ്റത് 6th മൈൽ എന്നും പറയുന്നത്.
ഇത് ഊട്ടിയിൽ നിന്നും ദൂരം കണക്കാക്കിയാണ് പറയുന്നത്. പൈക്കര വാട്ടർഫാൾസിന് അടുത്തുള്ളത് 9th മൈലാണ്. ഒരുപാട് സിനിമകൾ എടുത്ത ഒരു സ്ഥലം കൂടിയാണിത്. ഫോട്ടോഗ്രാഫർമാർക്ക് കൂടുതൽ അനുയോജ്യമാണ് ഈ സ്ഥലം. കുതിര സവാരിക്കും ഇവിടെ അവസരമുണ്ട്. 9 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം. അടുത്തതായി കാമരാജ് സാഗർ ഡാം. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് കാമരാജ് സാഗർ അണക്കെട്ട്. സാന്തിനില്ല റിസർവോയർ എന്നും ഇവിടം അറിയപ്പെടുന്നു. ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ഷൂട്ടിംഗ് മേട്ടിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം. ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി സ്നേഹികൾക്കും പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടം. അടുത്തതായി പൈൻ ഫോറസ്റ്റ് ഷൂട്ടിംഗ് പോയിന്റ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടം. ഫിലിം ഷൂട്ടിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അനുയോജ്യം. കാമരാജ് സാഗർ ഡാമിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ. അടുത്തതായി ഊട്ടി ബോട്ട് ഹൗസ്. പൈൻ ഫോറസ്റ്റ് ഷൂട്ടിംഗ് പോയിന്റിൽ നിന്നും ഊട്ടി ബോട്ട് ഹൗസിലേക്ക് 8.5 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. തമിഴ്നാട് സംസ്ഥാനത്ത് നീലഗിരി ജില്ലയിലെ ഊട്ടിയിലാണ് ഊട്ടി തടാകം സ്ഥിതി ചെയ്യുന്നത്. 65 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണിത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഉദ്യാനവും ഒരു മിനി ട്രെയിൻ സർവീസും ഒരു അമ്യൂസ്മെന്റ് പാർക്കും കൂടിയുണ്ട്. അടുത്തതായി ത്രെഡ് ഗാർഡൻ ഊട്ടി. ഊട്ടി ബോട്ട് ഹൗസിൽ നിന്ന് 100 മീറ്റർ താഴെ മാത്രമാണ് ഇവിടേക്കുള്ളൂ. ഊട്ടിയിലെ ബോട്ട് ഹൗസിലേക്ക് എതിർവശത്തുള്ള നോർത്ത് തടാക റോഡ് സൈഡാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നുള്ള ആന്റണി ജോസഫാണ് ഈ ആശയത്തിൻ്റെ പിന്നിലെ പ്രധാന വ്യക്തി. അടുത്തതായി ഹണിമൂൺ ബോട്ട് ഹൗസ്. ഊട്ടി ബോട്ട് ഹൗസിൽ നിന്ന് ഇവിടേക്ക് 1.5 കിലോമീറ്റർ മാത്രമാണുള്ളത്. ചിലർ ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കില്ല. ഊട്ടി ബോട്ട് ഹൗസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുതുതായി വിവാഹിതരായ ദമ്പതികൾക്ക് അവരുടെ ഹണിമൂൺ യാത്ര ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇവിടെ. അടുത്തതായി ഊട്ടി ടോയ് ട്രെയിൻ. തമിഴ്നാട് സംസ്ഥാനത്തെ പട്ടണങ്ങളായ മേട്ടുപ്പാളയം, ഊട്ടി എന്നിവയെ ബന്ധിപ്പിക്കുന്ന മലയോര തീവണ്ടി പാതയാണ് നീലഗിരി മലയോര തീവണ്ടിപ്പാത. ഇത് നീലഗിരി മലനിരകളോട് നിർമ്മിച്ചിരിക്കുന്ന തീവണ്ടിപ്പാതയാണ്. റാക്ക് റെയിൽവേ പാതകൾ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തീവണ്ടിപ്പാതയാണ് ഇത്. അടുത്തതായി ഡീർ പാർക്ക്. വളരെ കുറച്ച് മാനുകളെ ഇപ്പോൾ ഇവിടെയുള്ളൂ. ഇപ്പോൾ ഇവിടം പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയില്ല. പല കാരണങ്ങളാൽ ഇത് ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. അടുത്തതായി കെയ്ൻ ഹിൽ എക്കോ ടൂറിസം സൈറ്റ്. ബോട്ട് ഹൗസിൽ നിന്ന് 4.5 കിലോമീറ്റർ അകലെയായി കെയ്ൻ ഹിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ആണ് ഇവിടം. 167.775 ഹെക്ടർ മൊത്തം വിസ്തീർണമുണ്ട് ഇതിന്. നീലഗിരിയിലെ ഏറ്റവും പഴക്കമുള്ള സൈപ്രസ് തോട്ടങ്ങളിൽ ഒന്നാണ് ഇത്. അടുത്തതായി തണ്ടർ വേൾഡ്. ബോട്ട് ഹൗസിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് തണ്ടർ വേൾഡ്. ഇവിടുത്തെ പ്രധാന ആകർഷങ്ങൾ ദിനോസറുകളുടെ ചലിക്കുന്ന മോഡലുകളും 5D തിയേറ്ററും പിന്നെ മഞ്ഞിൽ കുളിക്കുകയും ചെയ്യുക. കുട്ടികൾക്കൊപ്പം സന്ദർശിക്കാൻ പറ്റിയ മികച്ച ഒരു സ്ഥലമാണ് തണ്ടർ വേൾഡ്. ബോട്ട് ഹൗസിന് സമീപം 1 ഏക്കർ സ്ഥലത്താണ് 12 കോടി ചിലവിലാണ് ഇത് നിർമ്മിച്ചത്. അടുത്തതായി ഊട്ടി ഗോൾഫ് കോഴ്സ്. ഊട്ടി ബോട്ട് ഹൗസിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയാണ് ഗോൾഫ് കോഴ്സ്. 1896 ഇത് സ്ഥാപിതമായത്. 7200 അടിയോളം ഉയരമുള്ള ഗോൾഫ് കോഴ്സാണിത്. ഊട്ടിയിലെ ജിംഖാന ക്ലബിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇത്. 93.56 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്ത് ഒരു വാർഷിക അമേച്ചർ ഗോൾഫ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ ഉണ്ടാകാറുണ്ട്. അടുത്തതായി സെന്റ് സ്റ്റീഫൻസ് ചർച്ച്. തണ്ടർ വേൾഡിൽ നിന്ന് 2.2 കിലോമീറ്റർ അകലെയാണ് ഈ ചർച്ച്. മരം കൊണ്ടുള്ള കൊത്തുപണികൾ കൊണ്ട് നിർമ്മിച്ച ഈ ചർച്ച് മുഴുവൻ ഗ്ലാസ് ജനാലകളിലൂടെ വേറിട്ടൊരു ആകർഷണീയത നൽകുന്നു. ഒത്തിരി പെയിന്റിങ്സും കൊത്തുപണികളും ചിത്രപ്പണികളുമുള്ള ജനാലകളുമൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായി റോസ് ഗാർഡൻ.
ഊട്ടിയിലെ പ്രധാന ആകർഷണമാണ് റോസ് ഗാർഡൻ. റോസ് ഗാർഡനിൽ 3600 തരത്തിലുള്ള വ്യത്യസ്ത ഇനത്തിലുള്ള റോസാ ചെടികളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റോസ് ഗാർഡനാണ് ഇത്. 10 ഹെക്ടർ സ്ഥലത്തായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഊട്ടിയിലെ ഒരു പ്രത്യേകതയുള്ള കാലാവസ്ഥ കാരണമാണ് ഇവിടെ ഇത്രയധികം റോസകൾ വളരുന്നത്. അടുത്തതായി ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇംഗ്ലീഷ് ആർക്കിടെക്റ്റായ വില്യം ഗ്രഹാം മെക്കോവറാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇംഗ്ലീഷുകാർക്ക് മാത്രമേ ഉദ്യാനത്തിൽ പ്രവേശനാനുമതി ഉണ്ടായിരുന്നുള്ളൂ. പൂക്കളും ചെടികളും മരങ്ങളും നിറഞ്ഞ ഈ പുൽമേട് ഊട്ടിയിലെ പ്രധാന സഞ്ചാര കേന്ദ്രമാണ്. നമ്മുടെ നാട്ടിൽ വളരുന്നതും വിദേശത്ത് മാത്രം കണ്ടുവരുന്നതുമായ എണ്ണമറ്റ വൃക്ഷങ്ങളും ചെടികളും ഇവിടെയുണ്ട്. ഔഷധ സസ്യങ്ങളും കുറ്റിച്ചെടികളും ബോൺസായി മരങ്ങളും ഇവിടെയുണ്ട്. 20 മില്യൺ വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു വൃക്ഷത്തടിയുടെ ഫോസിലും സന്ദർശകർക്ക് വിസ്മയമായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്തതായി ഗവൺമെൻറ് മ്യൂസിയം ഊട്ടി. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത്. ഊട്ടി ഗവൺമെൻറ് മ്യൂസിയത്തെ ഊട്ടി ട്രൈബൽ മ്യൂസിയം എന്നും വിളിക്കുന്നുണ്ട്. ചരിത്രപ്രധാനമായ വസ്തുക്കൾ, ജില്ലയുടെ പാരിസ്ഥിതിക വിവരങ്ങൾ, കലാരൂപങ്ങൾ, തമിഴ്നാട്ടിലെ ശില്പങ്ങൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അടുത്തതായി സ്റ്റോൺ ഹൗസ്. ഗവൺമെൻറ് മ്യൂസിയത്തിന് വളരെ അടുത്തായിട്ടാണ് സ്റ്റോൺ ഹൗസ്. ഊട്ടിയിൽ നിർമ്മിച്ച ആദ്യത്തെ ബംഗ്ലാവാണ് സ്റ്റോൺ ഹൗസ്. ജോൺ സള്ളിവനാണ് ഇത് പണിതത്. ബംഗ്ലാവിന് മുന്നിലുള്ള വൃക്ഷം സള്ളിവിൻ്റെ ഓക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതായി വാക്സ് വേൾഡ്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്താണ് വാക്സ് വേൾഡ്. ഊട്ടിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് വാക്സ് വേൾഡ് മ്യൂസിയം. ശ്രീജി ഭാസ്കരൻ എന്നു പേരായ ഒരു IT പ്രൊഫഷണലാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളും ദേശീയ നേതാക്കളുമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ജനങ്ങളുടെ വ്യത്യസ്ത ജീവിത ശൈലികളും മെഴുകു പ്രതിമകളുടെ രൂപത്തിൽ കാണാൻ സാധിക്കും. മെഴുകു പ്രതിമകളുടെ രൂപത്തിൽ കാണാനായിട്ടാവും. അടുത്തതായി മിനി കാർ മ്യൂസിയം. വാക്സ് മ്യൂസിയത്തിന് അടുത്തായിട്ടാണ് മിനി കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വിൻറ്റേജ് കാറുകളുടെ മനോഹരവും വിവരവിജ്ഞാനപ്രദവുമായ മ്യൂസിയമാണ് ഇത്. അടുത്തതായി ടീ ഫാക്ടറി ആൻഡ് ടീ മ്യൂസിയം. ഊട്ടിയിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ദോഡബെട്ട ടീ മ്യൂസിയം. ടീ മ്യൂസിയത്തിന് സമീപമാണ് പ്രശസ്തമായ തേയില ഫാക്ടറി. 2004 സ്ഥാപിതമായ ഈ തേയില ഫാക്ടറി 1839 മീറ്റർ ഉയരത്തിൽ 1 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു. അടുത്തതായി ദോഡബെട്ട. ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. ദോഡബെട്ട ചുറ്റുമുള്ള പ്രദേശം കൂടുതലായി വനമാണ്. നീലഗിരി ശൃംഖലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത്. ദൊഡബെട്ട എന്നത് കന്നഡ ഭാഷാ പദമാണ്. വലിയ പർവ്വതം എന്നാണ് ഇതിനർത്ഥം. അടുത്തതായി ലവ് ഡെയിൽ. സമുദ്രനിരപ്പിൽ നിന്നും 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം നീലഗിരിയിലെ ഉയരമേറിയ സ്ഥലങ്ങളിലൊന്നാണ്. ഉഷ്ണമേഖലയോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതിനാൽ ലവ് ഡെയിൽ ഏത് സമയത്തും നല്ല കാലാവസ്ഥയാണ്. തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും എല്ലായ്പ്പോഴും. അതിനാൽ എപ്പോൾ വേണമെങ്കിലും ഇവിടം സന്ദർശിക്കാം. അടുത്തതായി എമറാൾഡ് ലേക്ക്. അവലാഞ്ചെ ലേക്കിലേക്കുള്ള വഴിക്കാണ് എമറാൾഡ് ലേക്ക്. പക്ഷേ തടാകത്തിലേക്കുള്ള യാത്രയ്ക്ക് 10 മിനിറ്റ് നടക്കണം. എമറാൾഡ് തടാകം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ്. പക്ഷി നിരീക്ഷണത്തിനും ട്രെക്കിങ്ങിനും ബൈക്കിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണ് ഇത്. നിങ്ങൾക്ക് വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഈ സ്ഥലം വളരെ നല്ലതാണ്. അവസാനമായി അവലാഞ്ചെ ലേക്ക്. ലവ് ഡെയിലിൽ നിന്ന് 21 കിലോമീറ്ററാണ് ഇവിടേക്ക്. ഊട്ടിയിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ടാണെങ്കിൽ 22 കിലോമീറ്റർ ഇവിടേക്കുണ്ട്. 19ാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായ കനത്ത ഹിമപാതത്തെ അനുസ്മരിച്ചാണ് തടാകം ഈ പേര് കൈവന്നത്. നീലഗിരി കുന്നുകളിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്.
മത്സ്യസമൃദ്ധമായ തടാകത്തിൽ നമുക്ക് മീൻ പിടിക്കാം. കൃത്രിമമായി മത്സ്യപ്രജനനം നടത്തുന്ന ഒരു ഫാക്ടറി ഇവിടെ സമീപത്തായുണ്ട്. ഫിഷിങ്ങിന് ആവശ്യമുള്ള ചൂണ്ടയും ഇരയും മറ്റു എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും. ഒരു ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കായി ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.